ഹായ് യു ആർ വെൽക്കം ബാക്ക്. 1/2 കിലോ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഹെൽത്തി ആയ ഒരു ഡ്രിങ്ക് ഈ ഒരു പൊള്ളുന്ന ചൂടിലും നമുക്കിപ്പോൾ നോമ്പൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരം എല്ലാം ഒരുപോലെ കൂളാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ ക്യാരറ്റ് എടുത്ത് ഇതുപോലെ പീലർ വെച്ച് തൊലികളെല്ലാം കളയണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിവിടെ ഒന്ന് ക്ലീൻ ആക്കാം. ഇനി നമ്മുടെ ക്യാരറ്റെല്ലാം കഴുകി കൊടുന്ന് നീളത്തിൽ അല്ല വട്ടത്തിൽ വെട്ടിയെടുക്കണേ. വെട്ടിയെടുത്ത് നമ്മൾ കുക്കറിനകത്ത് ഇത് ഇട്ട് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. 2 വിസിൽ വരുന്നവരെ അവിടെ കിടക്കട്ടെ. ഇപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ക്യാരറ്റ് തോരൻ വെച്ചാലൊന്നും അധികം പിടിക്കത്തില്ല. അപ്പോൾ അവരിത് മാറ്റി വെക്കുമല്ലോ. അന്നേരം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അവർ നിങ്ങളോട് ചോദിച്ച് വാങ്ങിക്കൊടുക്കും. ഇനി ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ക്യാരറ്റിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ശരീരത്തിനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാം ഉപയോഗിക്കുന്നൊരു സാധനമാണല്ലോ നമ്മൾ ഈ ക്യാരറ്റ്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കുക്കറിനകത്ത് നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കണം ചൂടാറിയതിന് ശേഷം. ഇനി മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ അരക്കാൻ അതിനകത്തുള്ള വെള്ളം തന്നെ ചേർത്താൽ മതി കേട്ടോ. വേവാൻ ഉപയോഗിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണത്. നമ്മൾ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ അരിച്ചെടുക്കണം. നല്ലപോലെ വെന്ത ഇത് കഷ്ണമൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും ഒന്ന് അരിക്കുക മാത്രം. ഇനി ഇത് അടി കട്ടിയുള്ള പാത്രത്തിനകത്ത് ഞാനിത് ഈ കുക്കറിനകത്ത് തന്നെ ഇട്ടത്. നല്ല കട്ടിയുള്ളൊരു കുക്കറാണ്, അതിനകത്ത് തന്നെ ഞാൻ വെച്ചുണ്ടാക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമ്മളിത് പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതൊക്കെ ആണല്ലോ, പക്ഷെ അതിനകത്ത് സിട്രിക് ആസിഡാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മളിത് ചീത്തയാവാതിരിക്കാൻ അതിനകത്ത് നാരങ്ങയുടെ ജ്യൂസാണ് എടുക്കുന്നത്. പിന്നെ 50 ഗ്രാം ഇഞ്ചി, അതിൻ്റെ ജ്യൂസ് നമ്മൾ മിക്സിക്കകത്ത് ഇട്ട് അരച്ചെടുക്കണം. നമ്മുടെ ഈ സാധനം അടുപ്പിൽ വെച്ചാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളതിന് മധുരത്തിനകത്ത് ഷുഗർ പഞ്ചസാരയാണല്ലോ. ഷുഗർ ഉള്ളവരൊക്കെ കുറേശ്ശെ എടുക്കുക. ഇവിടെ ഞങ്ങൾക്ക് ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് അനുസരിച്ച് തന്നെയാണ് പഞ്ചസാര ഇടുന്നുള്ളൂ. നമ്മൾ ആര് വന്നാലും പെട്ടെന്ന് ഇത് ഗ്ലാസ്സിലിട്ട് ഒഴിക്കുമ്പോഴേ പിന്നെ അതിനകത്തേക്ക് പഞ്ചസാര പാലോ ഒന്നും ഒഴിക്കണ്ട. ഇനി നമുക്ക് അതിനകത്തേക്ക് നാരങ്ങയുടെ ജ്യൂസും ഇഞ്ചിയുടെ ജ്യൂസും ഒഴിച്ച് അതിനകത്തുള്ള വെള്ളം വറ്റുന്നത് വരെ വറ്റിച്ചെടുക്കാം. കുറുക്കിയെടുത്ത് അത് ചൂടാറുന്നത് വരെ നമ്മൾ പുറത്ത് വെക്കണം. ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കി വെക്കാതെ പൊട്ടുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിനകത്താക്കി വെച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.